പറമ്പായി കഴിഞ്ഞ ഈ മണ്ണിന് സ്വാതന്ത്ര്യമോ? ഇതിന് ഇസ്രായേൽ എന്ന പരമാധികാര രാജ്യത്തിന്റെ കേവലം ഒരു പ്രവേശം. ഒന്നോർത്ത് വെച്ചോളൂ, ഒരു വെടിയുണ്ടയുടെ അകലം മാത്രമേ നിനക്കും നിന്റെ ഈ ചാവാലികൾക്കും ഇടയിലുള്ളൂ. ഇത് വിശുദ്ധമാക്കപ്പെട്ട വാഗ്ദത്ത ഭൂമിയാണ്, വാഗ്ദത്ത ഭൂമി. പക്ഷേ ഞങ്ങൾ പിറന്ന മണ്ണാണിത്. ഈ മണ്ണിൽ നിങ്ങൾക്ക് മേൽവിലാസം ചാർത്താനാവില്ല. ഭൂപടത്തിൽ പോലും ശേഷിക്കാത്ത വിധം കണ്ണു തുറന്ന് പുറത്തേക്ക് നോക്കൂ. ഞങ്ങളുടെ മണ്ണിനെ കുറിച്ചാണ് ഇന്ന് ലോകത്തെ ചർച്ച. ലോകത്തിൽ ഇത്രയേറെ നാണം കെട്ട് നീയും നിന്റെ ഭരണതലവന്മാരും തലകുനിച്ച് നിൽക്കുകയാണ്. അറിയണോ, ഇപ്പോ ഈ നിമിഷം 1000 കൈകളിൽ ഞങ്ങളുടെ പതാകയുണ്ട്. ലോക ഭൂപടങ്ങളിൽ ഞങ്ങൾ ഈ പോരാട്ടം എന്നെ ജയിച്ചു കഴിഞ്ഞു. ഭൂപടങ്ങളിൽ നിന്നെ നിങ്ങൾക്ക് ഈ മണ്ണിനെ നീക്കാനാവുകയുള്ളൂ. കൊന്നു തള്ളുന്നോറും ഞങ്ങളുടെ പുതിയ തലമുറ ജനിച്ചുകൊണ്ടേയിരിക്കും. സ്വാതന്ത്ര്യവും വിമോചനവും അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സ്വാതന്ത്ര്യവും വിമോചനവും അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സ്വാതന്ത്ര്യവും വിമോചനവും അതാണ് സ്കൂൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെടുത്ത് മിസൈൽ പതിച്ചു. കുട്ടികൾക്ക് വല്ലതും 3 ചെറിയ കുട്ടികൾ മരിച്ചു. ഇവരടക്കം 12 പേർ പരിക്കേറ്റ് ടെന്റുകളിൽ ചികിത്സയിലാണ്. സർ, ദയവ് ചെയ്ത് പാഠശാലകളെ ആശുപത്രികളെ ഒഴിവാക്കണമെന്ന് നിങ്ങളുടെ കമാൻഡറിനോട് പറയണം. അവർ ചിത്രശലഭങ്ങളെ പോലെ പറക്കട്ടെ. നിങ്ങളെ ഞങ്ങൾക്ക് വേണം. പിന്നെയല്ലേ കുട്ടികൾ. അവരെ ഇപ്പോൾ ഇല്ലാതാക്കിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ദൗത്യം തുടർന്നു കൊണ്ടേയിരിക്കേണ്ടി വരും. ഗർഭിണികളായ അമ്മമാർ എവിടെയുണ്ട്? അവിടേക്ക് ഭക്ഷണവും വെള്ളവും എത്തിക്കാൻ ഞാൻ ഏർപ്പാടിട്ടിട്ടുണ്ട്. അത്രയും വേണ്ട. ഭക്ഷണവും വെള്ളവും എവിടെ എപ്പോൾ എത്തണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അപ്പോൾ യുദ്ധനിയമം അങ്ങനെ വന്നില്ലേ? ഒരു ഘട്ടം കഴിഞ്ഞാൽ നിങ്ങളെ പോലുള്ള റെസ്റ്റോറന്റുമാർക്കും ഈ ശരിയായിരുന്നുവെന്ന് ഞങ്ങൾ ഓരോ ഫലസ്തീനിയും വിശ്വസിക്കുന്നു. ഹായിടത്ത് മറ്റൊരു സംഭവം ഉണ്ടായി. ഞങ്ങൾ ഫലസ്തീനികളെ ഇത്ര കണ്ട് വേദനിപ്പിച്ച് മൺമറഞ്ഞു പോയ 3 ഫലസ്തീൻ കവികളെ